മനുഷ്യർ എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ചുറ്റിലും കുറച്ച് പേർ, നമ്മൾ ഒരു നോട്ട് ചെയ്തു വെച്ച പോലെ കുറച്ച് ആളുകളുണ്ടാവും. അവരെയായിരിക്കും നമ്മൾക്ക് എപ്പോഴും കൂടുതൽ ഇഷ്ടം. എല്ലാവരെയും നമുക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടമൊന്നുമല്ല. നമ്മൾ കാണുന്നു, സംസാരിക്കുന്നു, പോകുന്നു, അത്രമാത്രം. പക്ഷേ കുറച്ച് പേരെ നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടങ്ങളൊന്നും അവരോട് പോയിട്ട് നമ്മൾ പറയുകയുമില്ല, ഇഷ്ടമാണെന്ന് കാണിക്കുകയുമില്ല. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കും, നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, ഒക്കെ ചെയ്യും. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയൊക്കെയോ വെച്ച് അവർ നമ്മളോട് നമ്മൾ എത്രത്തോളം അടുപ്പം കാണിക്കുന്നോ അത്രയൊന്നും അടുപ്പം കാണിക്കാതെ ചിലപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് കാണാം. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന നമുക്കേറെ ഇഷ്ടപ്പെട്ട കുറച്ചു പേരുണ്ടാകും. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം കാണിക്കുകയും അതിനുശേഷം ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അവർ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മൂന്നാമതൊരാളുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വാക്കുകൾ കേട്ട് നിങ്ങളെ അവർ ഒരിക്കലും മാറ്റി നിർത്തില്ലായിരുന്നു. അതിനർത്ഥം നിങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് അവരെ ഓർത്ത് നിങ്ങൾ സമയം കളയുന്നതും, അവരെ ഓർത്ത് അവർ എന്നോട് മിണ്ടുന്നില്ലല്ലോ, അവർ എന്നെ നോക്കുന്നില്ലല്ലോ, ചിരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് സമയം വെറുതെ പാഴാക്കുന്നത്? അങ്ങനെയുള്ളവർ അങ്ങ് പോവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വേറെ കുറേ പേരുണ്ട്. അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാനും അവരോടൊപ്പം സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തൂ. അല്ലാതെ പോയവരെ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് അവർ വരുന്നില്ലല്ലോ എന്ന് ഓർക്കുന്ന ആ ഒരു സമയം മതി നിങ്ങൾ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും.